ഹായ് ഓൾ, വെൽക്കം ബാക്ക് ടു ഇംഗ്ലീഷ് കോൺസെപ്റ്റ്. ഞാൻ സുദീപ് സമാന്തരത്തിൽ. ഇന്ന് നമുക്ക് പഠിക്കാം പോസിറ്റീവിൽ നിന്ന് നെഗറ്റീവ് ക്വസ്റ്റ്യൻസ് എങ്ങനെ നിർമ്മിക്കാമെന്ന്. ഓക്കെ, അപ്പം നമ്മൾ കുറച്ച് ക്ലാസ്സുകളായിട്ട് നമ്മൾ പഠിച്ചുകൊണ്ട് പോകുന്നത് പാസ്റ്റാണ്, കഴിഞ്ഞു പോയ കാര്യങ്ങളെ പറ്റിയാണ്. കഴിഞ്ഞു പോയ കാര്യങ്ങളിൽ ഒരു ചോദ്യം എങ്ങനെയാണ് നിർമ്മിക്കേണ്ടത് എന്ന് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ കണ്ടിരുന്നു. നമുക്ക് അതിൻ്റെ കണ്ടിന്യൂഷനായിട്ട് കഴിഞ്ഞു പോയ കാര്യങ്ങളുടെ ഒരു നെഗറ്റീവ്, ഇപ്പം ഞാനൊരു കാര്യം ചെയ്തു എന്ന് പറയുന്ന പോസിറ്റീവ് ആകുമ്പം ഞാൻ ഒരു കാര്യം ചെയ്തില്ല എന്ന് പറയുന്നത് നെഗറ്റീവാണ് അല്ലേ? ഓഫ് കോഴ്സ് ആണ്. അപ്പോൾ അങ്ങനത്തെ പോസിറ്റീവ് സെൻറ്റൻസുകളിൽ നിന്ന്, നോർമലായിട്ടുള്ള സെൻറ്റൻസുകളിൽ നിന്ന് നെഗറ്റീവ്സ് എങ്ങനെ നിർമ്മിക്കാം എന്ന് നമുക്ക് ഈ ക്ലാസ്സിലൂടെ നോക്കാം. സോ കഴിഞ്ഞ ക്ലാസ്സായിട്ട് നമുക്ക് കുറച്ച് ബന്ധം ഇതിനുമുണ്ട്. സോ നോർമലി ഐ വർക്ക് എന്ന് പറഞ്ഞാൽ ഞാൻ ജോലി ചെയ്തു എന്നാണ് നമുക്കറിയാം. ഐ വർക്ക്ഡ് എന്ന് പറഞ്ഞാൽ ഞാൻ ജോലി ചെയ്തു. കംപ്ലീറ്റ് ആയിട്ടുള്ളൊരു കാര്യം, ഞാൻ ജോലി ചെയ്തു കഴിഞ്ഞൊരു കാര്യം ഞാൻ പറയുന്നു ഐ വർക്ക്ഡ് എന്ന്, ഞാൻ ജോലി ചെയ്തു എന്ന്. പക്ഷേ നമുക്കിതിന് നെഗറ്റീവ് ആകുമ്പോഴത്തേക്കും ഞാൻ ജോലി ചെയ്തില്ല എന്ന് നമുക്ക് പറയണ്ടേ. ഞാൻ ജോലി ചെയ്തില്ല. അപ്പൊ എങ്ങനെയാ അത് പറയണ്ടേ? ഐ ഡിഡ് നോട്ട് വർക്ക്. ഐ ഡിഡ് നോട്ട് വർക്ക്. അപ്പൊ ഇതിനെന്തൊക്കെ വ്യത്യാസം വന്നൊക്കെ നമുക്ക് നോക്കിയാലോ. നെഗറ്റീവ് നിർമ്മിക്കുമ്പോൾ സബ്ജക്റ്റ് ഐ ഇവിടെ അതുപോലെ തന്നെ ഉണ്ട്, ഒരു വ്യത്യാസവും വന്നിട്ടില്ല. ഇനിയും വർക്ക്ഡ് എന്നുള്ള, ചെയ്തു എന്നുള്ള ഈ വെർബ് ഞാൻ പറഞ്ഞിരുന്നു, നമ്മളിവിടെ വർക്ക്ഡ് ഉപയോഗിച്ചാലും നെഗറ്റീവിൽ വരുമ്പോഴും ചോദ്യത്തിൽ വരുമ്പോഴും ഒക്കെ നമ്മൾ അതിന്റെ V1 ആണ് ഉപയോഗിക്കുന്നത്, പ്രസന്റ് ഫോം ആണ്. അപ്പൊ വർക്ക്ഡ് എന്നുള്ള വാക്ക് വർക്കായിട്ട് മാറും. അപ്പം ഇവിടെ വർക്ക്ഡ് ആണെങ്കിലും നമ്മൾ അതിന്റെ ഒരു നെഗറ്റീവ് വരുമ്പോൾ നമ്മൾ ഉപയോഗിക്കുന്ന വർക്ക് തന്നെയാണ്, വർക്കാണ്. അപ്പൊ ഐ വർക്ക്ഡ് എന്നുള്ള വാക്കിന് പകരം ഐ അവിടെ വർക്കാണ് വന്നിരിക്കുന്നത്. അപ്പം ശരി, അതൊരു മാറ്റമാണ്. വർക്ക്ഡ് വർക്കായിട്ട് മാറി, V2 V1 ആയിട്ട് മാറി. ശരി, മൂന്നാമത്തെ മാറ്റം എന്താണ്? ഒരു ഡിഡ് നോട്ട് വന്നിട്ടുണ്ട്. ഡിഡ് നോട്ട് എന്ന് പറഞ്ഞാൽ ചെയ്തില്ല. ചെയ്ത്, ഇപ്പം ജോലി എന്ന് പറയുന്നത് നമുക്ക് ചെയ്തില്ല, ഇല്ല എന്ന് പറയാൻ വേണ്ടി നമ്മൾ ഉപയോഗിക്കുന്നത് ഇവിടെ ഡിഡ് നോട്ട് ആണ്. ഡിഡ് പ്ലസ് നോട്ട്, ഇത് രണ്ടും കൂടെ വരും. കാരണം ഡിഡ് എന്ന് പറഞ്ഞാൽ ചെയ്തു എന്നുള്ള അർത്ഥമാണ്. ഇപ്പം ഐ വർക്ക്ഡിന് പകരം ഐ ഡിഡ് വർക്ക് എന്ന് വേണമെങ്കിൽ നമുക്ക് എഴുതാം. അപ്പൊ അതുപോലെ ഒരു യൂസേജ് ആണത്. അപ്പം ചെയ്തില്ല എന്നാകുമ്പോൾ നമുക്ക് എന്താ പറയണ്ടേ? ഐ ഡിഡ് നോട്ട് വർക്ക്. ഐ ഡിഡ് നോട്ട് വർക്ക് എന്നാണ്. അപ്പം നമുക്ക് വർക്ക്ഡ് വർക്കായിട്ട് മാറുന്നു നോർമലി. അതിന്റെ കൂടത്തിൽ നടുക്ക് ഡിഡ് നോട്ട് വരണം. ചെയ്തില്ല, ഇല്ല എന്ന് പറയാൻ വേണ്ടി, നെഗറ്റീവ് എന്ന് സൂചിപ്പിക്കാൻ ഡിഡ് നോട്ട് ആഡ് ചെയ്യേണ്ടതാണ്. അതാണ് നമുക്ക് ആകെയുള്ളൂ, ഇത്രയും കാര്യമുള്ളൂ. ഇപ്പൊ നമുക്കൊരു നെഗറ്റീവ് സെന്റൻസ് ആയി. നമുക്കൊരു കാര്യം ചെയ്തില്ല, നമുക്കൊരു ജോലി ചെയ്തില്ല എന്ന് പറയാം. അപ്പൊ നമുക്ക് പറയാം ഐ, ഞാൻ, ഇല്ല, ഡിഡ് നോട്ട്, ഐ ഡിഡ് നോട്ട്, ജോലിയാണല്ലോ, വർക്ക്, ജോലി ചെയ്തില്ല. അപ്പൊ ഐ ഡിഡ് നോട്ട് വർക്ക്, സിമ്പിൾ, ഇത്രയും കാര്യമുള്ളൂ. ഓക്കെ, അപ്പം അതുപോലെ തന്നെ ഇപ്പൊ ഞാൻ പോയില്ല എന്നാണെങ്കിലോ, ഞാൻ, ഐ, ഡിഡ് നോട്ട്, ഇല്ല, പോയി എന്നുള്ളതിന്റെ ഗോ ആണ് അല്ലേ? അപ്പം ഐ ഡിഡ് നോട്ട് ഗോ. അപ്പൊ ഇങ്ങനെ നമുക്ക് സെന്റൻസുകൾ വളരെ എളുപ്പത്തിൽ ഫ്രെയിം ചെയ്യാം. ഇത്രേ ഉള്ളൂ. ഇത്രയും വളരെ സിമ്പിൾ ആയിട്ടുള്ള കാര്യങ്ങളാണ്. അപ്പം ഐ വർക്ക്ഡ് എന്നുള്ളത് ഐ ഡിഡ് നോട്ട് വർക്കായിട്ട് മാറും. അപ്പൊ ഞാൻ ജോലി ചെയ്തു എന്നുള്ളത് ഞാൻ ജോലി ചെയ്തില്ല എന്നതായിട്ട് നമുക്കിവിടെ മാറും. ഇപ്പൊ ഡിഡ് നോട്ട് ഫുൾ ഫോം ആണ്, മൊത്തത്തിൽ എഴുതുന്നതാണ്. നമുക്ക് ഡിഡ് നോട്ടിന് പകരം ഡിഡിൻ്റെ എന്ന് വേണമെങ്കിലും എഴുതാം. ഇപ്പം ഡിഡ് നോട്ട് ഇങ്ങനെ രണ്ട് വാക്കുകളായിട്ട് നിങ്ങൾക്ക് എഴുതാൻ താല്പര്യമില്ല, ഇത് കുറച്ചുകൂടെ ഷോർട്ടായിട്ട് നിങ്ങൾക്ക് എഴുതണമെന്നുണ്ടെങ്കിൽ ഈ ഡിഡിൻ്റെ ഒരു എന്നും കൂടെ ഈ എൻ ഇങ്ങോട്ട് എടുത്തിട്ട് ഒരു ഫസ്റ്റ് ഓഫ് ഇട്ട് ടി ഇട്ടിട്ട് ഡിഡിൻ്റെ. ഡിഡ് നോട്ട് എന്ന് പറഞ്ഞാൽ ഡിഡിൻ്റെ എന്ന് പറഞ്ഞാൽ ഒരേ അർത്ഥം തന്നെയാണ്, ഒരു വ്യത്യാസവും ഇല്ല. ഇത് ഫുൾ ഫോമും ഇത് ഷോർട്ട് ഫോമും. ഡിഡ് നോട്ട് ഫുൾ ഫോമും ഡിഡിൻ്റെ ഷോർട്ട് ഫോമും, അത് മാത്രമാണ് ഇത് തമ്മിലുള്ള ഒരു വ്യത്യാസം. ഓക്കെ, അപ്പം ഐ വർക്ക്ഡ് എന്നുള്ളത് ഐ ഡിഡ് നോട്ട് വർക്ക് ആയിട്ട് മാറും. ഷീ വർക്ക്ഡ് എന്നുള്ളത് ഷീ ഡിഡ് നോട്ട് വർക്ക് അല്ലെങ്കിൽ ഷീ ഡിഡ്ന്റ് വർക്ക് ആയിട്ട് മാറും. അപ്പോൾ അവൾ ജോലി ചെയ്തില്ല. അപ്പൊ ഇതിന്റെ ഇടയ്ക്ക് ഒരു ഡിഡിന്റ് ചേർത്തു അല്ലെങ്കിൽ ഡിഡ് നോട്ട് ചേർത്തു, രണ്ടും ഒന്നാണ്. ഇപ്പൊ ഞാൻ ഡിഡ് നോട്ടും ഡിഡിന്റും ഇങ്ങനെ മാറി യൂസ് ചെയ്തേക്കുന്നത്, ഇത് രണ്ടും ഒന്നാണെന്ന് നിങ്ങൾക്ക് ഒന്നുകൂടെ ഉറപ്പ് വരുത്തണം, നിങ്ങളുടെ മനസ്സിലേക്ക് കയറാൻ വേണ്ടിയാണ്. നമ്മൾ ചുമ്മാ എഴുതുമ്പോൾ കുറച്ചുകൂടെ ശീലമായി കഴിയുമ്പോൾ ഡിഡിന്റെ എഴുതുകയുള്ളൂ, ഡിഡ് നോട്ടൊന്നും നമ്മൾ എഴുതില്ല. എന്തിനാ അത്രയും നേരം തൊട്ടിട്ട് പെട്ടെന്ന് എഴുതി പോകുമ്പോൾ ഡിഡിന്റ് എഴുതാനുള്ള എളുപ്പം, ഷോർട്ട് അല്ലേ? അപ്പോൾ ഡിഡിന്റ് എഴുതിയാൽ മതി, ഷീ ഡിഡിന്റ് വർക്ക് ഉപയോഗിച്ചാൽ മതി, ദാറ്റ്സ് ഇറ്റ്, കുഴപ്പമില്ല. പിന്നെ നിങ്ങൾക്ക് ഒന്നുകൂടെ മനസ്സിലാകാൻ വേണ്ടി ഒരു കാര്യം പഠിക്കുമ്പോൾ നമ്മൾ അതിന്റെ ഫുൾ ഫോം ആണ്, അതും കൂടി ഇതിന്റെ ഷോർട്ട് ഫോം ആണെന്ന് വേണമല്ലോ പഠിച്ചു പോകാൻ. അതാണ് ഈ രണ്ട് രീതിയിൽ നമ്മൾ പഠിപ്പിക്കുന്നത്. ഐ വർക്ക്, ഐ ഡിഡ് നോട്ട് വർക്ക്. ഷീ വർക്ക്, ഷീ ഡിഡിന്റ് വർക്ക്. ഹി വർക്ക്, ഹി ഡിഡിന്റ് വർക്ക്. ഇറ്റ് വർക്ക്, ഇറ്റ് ഡിഡിന്റ് വർക്ക്. യു വർക്ക്, യു ഡിഡിന്റ് വർക്ക്. ഓക്കെ, അപ്പൊ നീ ജോലി ചെയ്തു, നീ ജോലി ചെയ്തില്ല. നീ ജോലി ചെയ്തില്ല എന്നാകുമ്പോൾ യു ഡിഡിന്റ് വർക്ക്, നീ ജോലി ചെയ്തില്ല.
ഇപ്പം ഞങ്ങൾ ജോലി ചെയ്തു, വി വർക്ക്ഡ് ആണ്. അപ്പം ഞങ്ങൾ ജോലി ചെയ്തില്ല, വി ഡിഡിൻ വർക്ക്. വർക്ക്ഡ് വർക്കായിട്ട് മാറുന്നു, ഒരു ഡിഡിൻ്റെ ആഡ് ചെയ്യുന്നു, നടക്കുക, അത്രയും കാര്യമുള്ളൂ. അപ്പം ഞങ്ങൾ ജോലി ചെയ്തു, ദേ വർക്ക്ഡ്. ഞങ്ങൾ ജോലി ചെയ്തില്ല, ദേ ഡിഡിൻ വർക്ക്. അവർ ജോലി ചെയ്തു, ദേ വർക്ക്ഡ്. അവർ ജോലി ചെയ്തില്ല, ദേ ഡിഡിൻ വർക്ക്. സ്മിത ജോലി ചെയ്തു, സ്മിത വർക്ക്ഡ്. സ്മിത ജോലി ചെയ്തില്ല, സ്മിത ഡിഡിൻ വർക്ക്. ചിൽഡ്രൻ വർക്ക്ഡ്. പിള്ളേർ ജോലി ചെയ്തു, കുട്ടികൾ ജോലി ചെയ്തു, ചിൽഡ്രൻ വർക്ക്ഡ്. കുട്ടികൾ ജോലി ചെയ്തില്ല, ചിൽഡ്രൻ ഡിഡ് നോട്ട് വർക്ക്, അല്ലെങ്കിൽ ചിൽഡ്രൻ ഡിഡിൻ വർക്ക്. ഇപ്പം വളരെ സിമ്പിളായിട്ട് എങ്ങനെയാണ് ഒരു പോസിറ്റീവിൽ നിന്ന് നെഗറ്റീവ് സെന്റൻസ് നിർമ്മിക്കാൻ നിങ്ങൾ പഠിച്ചു എന്ന് ഞാൻ വിശ്വസിക്കുന്നു. സിമ്പിളാണ്, കാരണം വർക്ക്ഡ് എന്നുള്ളത് ഡിഡ് നോട്ട് വർക്കായിട്ട് മാറുന്നു എന്ന് മാത്രമേ നമുക്കൊരു ചേഞ്ച് ഇവിടെ വരുന്നുള്ളൂ. അപ്പം ഏത് കഴിഞ്ഞു പോയൊരു കാര്യം നമുക്കിനി ഇങ്ങനെ പറയാലോ. ഫോർ എക്സാമ്പിൾ, അവൻ സ്കൂളിൽ പോയില്ല. ഇതിനകത്ത് അവൻ സ്കൂളിൽ പോയില്ല. അപ്പൊ നമ്മൾ ഇനി എങ്ങനെ പറയും? അപ്പൊ നമുക്കിന്റെ ഫോർമേഷൻ അറിയാം. അവൻ എന്ന് പറഞ്ഞാൽ ഹി ആണ്, അല്ലെ? പിന്നെ നെഗറ്റീവ് ആണല്ലോ, പോയില്ല, ഇല്ല എന്നുള്ള കാര്യമാണല്ലോ നമ്മൾ പറയുന്നത്. അപ്പൊ ഈ ഡിഡ് നോട്ട് എടുത്ത് അടുക്കങ്ങ് ചേർത്തേക്കണം. അപ്പൊ ഹി ഡിഡിൻ, അത്രയായി. പിന്നെ അത് കഴിഞ്ഞിട്ട് നമ്മൾ എന്താ പറയണ്ടേ? സ്കൂളിലാ പോകാത്തെ. പോകുക, പോകുക എന്ന് പറഞ്ഞാൽ ഏത് വാക്കാ? ഗോ. അപ്പം ഹി ഡിഡിൻ ഗോ. അപ്പം അവൻ പോയില്ല എന്ന് വരെ ആയിട്ടുണ്ട്. അവൻ പോയില്ല. അവൻ എങ്ങോട്ടാ പോകാത്തെ? സ്കൂളിലേക്ക്. അപ്പം ടു സ്കൂൾ. ഒരു സ്ഥലത്തേക്കോ ഒരു കാര്യത്തിലേക്ക് നമ്മൾ ചെല്ലുമ്പോൾ ടു ഉപയോഗിക്കണം, അതിലേക്ക് എന്ന് അറിയിക്കാൻ. അപ്പം ടു സ്കൂൾ. അപ്പം ഹി ഡിഡ് നോട്ട്, അല്ലെങ്കിൽ ഹി ഡിഡിൻ ഗോ ടു സ്കൂൾ. അവൻ സ്കൂളിലേക്ക് പോയില്ല, അവൻ സ്കൂളിലേക്ക് പോയിട്ടില്ല. അപ്പൊ ഇങ്ങനെ വേണം നിങ്ങളിത് പ്രാക്ടിക്കലി ഇംപ്ലിമെന്റ് ചെയ്ത് നിങ്ങളുടെ സംസാരത്തിൽ വരുത്താൻ വേണ്ടി. അല്ലെങ്കിൽ നമുക്ക് വേറൊരു കാര്യം ആലോചിച്ചാലോ. ഇപ്പം ഞാൻ ഹോംവർക്ക് എഴുതിയില്ല, ഞാൻ ഹോംവർക്ക് എഴുതിയില്ല. അപ്പം ഞാൻ ചെയ്തില്ലെന്നാണല്ലോ. അപ്പൊ ഡിഡ് നോട്ട് നടക്കുന്ന ചേർത്തു, ഐ ഡിഡ് നോട്ട്, അല്ലെങ്കിൽ ഐ ഡിഡ്ന്റ്. അവിടെ വരെ നിൽക്കട്ടെ. ഇനി ഞാൻ ചെയ്യാത്ത കാര്യം എന്താണ്? ഹോംവർക്ക് എഴുതാത്തതാണ് ഞാൻ ചെയ്യാത്ത. അപ്പൊ ഹോംവർക്ക് എഴുതിയില്ല എന്നാണ്. അപ്പൊ എഴുതുക എന്നുള്ളതിന്റെ വാക്കിന്റെ നോർമൽ ഫോം റൈറ്റ് ആണ്. അപ്പം ഐ ഡിഡിൻ റൈറ്റ് എന്താണ്? ഹോംവർക്ക്. അപ്പം ഐ ഡിഡിൻ റൈറ്റ് ഹോംവർക്ക്. ഇനി ഞാൻ എൻ്റെ ഹോംവർക്ക് എഴുതിയില്ലെന്നാണെങ്കിൽ ഐ ഡിഡിൻ റൈറ്റ് മൈ ഹോംവർക്ക്. ഇനി സോഷ്യൽ ഹോംവർക്ക് എഴുതാത്തെങ്കിൽ ഐ ഡിഡിൻ റൈറ്റ് സോഷ്യൽ ഹോംവർക്ക്. മാത്സ് ആണെങ്കിൽ ഐ ഡിഡിൻ റൈറ്റ് മാത്സ് ഹോംവർക്ക്. സിമ്പിൾ അല്ലേ? അപ്പോൾ ഈ രീതിയിൽ നിങ്ങളിങ്ങനെ സ്വന്തമായിട്ട് ചിന്തിച്ച് സ്വന്തമായിട്ട് ഈ ഒരു സെന്റൻസുകൾ ഇങ്ങനെ ഫ്രെയിം ചെയ്ത് വേണം നമ്മൾ മുമ്പോട്ട് ഓരോ കാര്യങ്ങളും പോകാൻ വേണ്ടി. അപ്പോൾ നമുക്ക് ശരിക്കുള്ള ഒരു റിയൽ ഇമ്പ്രൂവ്മെന്റ് നമുക്ക് ഉറപ്പായിട്ടും ഉണ്ടാകും. അപ്പം പോസിറ്റീവിൽ നിന്ന് നെഗറ്റീവിലേക്ക് മാറുമ്പോൾ മെയിൻ വ്യത്യാസം ഈ വർക്ക്ഡ് ഒരിക്കലും ഉണ്ടാകില്ല. V2 നമ്മൾ നെഗറ്റീവിൽ ഉപയോഗിക്കുന്നില്ല, ചോദ്യങ്ങളിൽ ഉപയോഗിക്കുന്നില്ല. V1 ആണ് വർക്ക്. സിമ്പിൾ. നോർമൽ പറയുമ്പം പക്ഷെ ഞാനൊരു ജോലി ചെയ്തു എന്ന് പറയുമ്പോൾ വർക്ക്ഡ് തന്നെ ഉപയോഗിക്കണം. അത് നിങ്ങൾ ഒരിക്കലും സംശയിക്കല്ല. ചെയ്തില്ല എന്ന് പറയുമ്പോൾ പക്ഷെ അത് വർക്ക്ഡ് വേണ്ട, വർക്ക് മതി. സോ ഇന്ന് നമ്മൾ നോക്കിയത് ഒരു പോസിറ്റീവ് സെന്റൻസിൽ നിന്ന് ഒരു നെഗറ്റീവ് എങ്ങനെ നിർമ്മിക്കാം കഴിഞ്ഞു പോയ കാര്യങ്ങളിൽ എന്നാണ്. നമുക്കിനി പോസിറ്റീവ് ക്വസ്റ്റ്യൻ നമ്മൾ സെന്റൻസ് നോക്കി, അതിന്റെ ചോദ്യവും നോക്കി, പോസിറ്റീവിൽ നിന്ന് നെഗറ്റീവ് നോക്കി. ഇനി ആകെ ഈ സെക്ഷനിൽ നമുക്ക് ഉള്ള ഒറ്റ കാര്യമാണ് ഈ നെഗറ്റീവിൽ നിന്ന് ഇതിന്റെ ഒരു ചോദ്യം. ഞാൻ ജോലി ചെയ്തില്ല എന്ന് പറഞ്ഞത് നെഗറ്റീവാണ്, ശരി. ഐ ഡിഡ് നോട്ട് വർക്ക്. ഞാൻ ജോലി ചെയ്തില്ലേ, ഞാൻ ജോലി ചെയ്തോ എന്ന് ചോദിച്ചത് പോസിറ്റീവ് ചോദ്യവും, ഞാൻ ജോലി ചെയ്തില്ലേ എന്ന് ചോദിച്ചാൽ നെഗറ്റീവായിട്ടാണ്. നമ്മൾ ഒരാളെ നീ ജോലി ചെയ്തില്ലേ, രണ്ട് വ്യത്യാസമുണ്ട് അല്ലേ? അപ്പൊ നീ ജോലി ചെയ്തോ എന്ന് ചോദിച്ചാൽ നീ ജോലി ചെയ്തോ, സിമ്പിൾ, അത് നോർമലാണ്, നിങ്ങളെ കുറ്റപ്പെടുത്തിയൊന്നും ഞാൻ ചോദിക്കുമല്ല. നീ ചെയ്തില്ലേ എന്ന് ചോദിക്കുമ്പം അതിന് ചെറിയൊരു കുറ്റപ്പെടുത്തൽ, നെഗറ്റീവായിട്ടുള്ളൊരു ചോദ്യമാണ്. അപ്പൊ നെഗറ്റീവായിട്ടുള്ള ചോദ്യം നിർമ്മിക്കാൻ നമുക്ക് അടുത്ത ക്ലാസ്സിൽ വളരെ ഡീറ്റെയിൽഡ് ആയിട്ട് പഠിക്കാം. സിമ്പിളാണ് ഇതുപോലെ തന്നെ. അപ്പോൾ ഇതോടെ കഴിയുമ്പോൾ നമുക്ക് ഈ ഒരു ഫോംസ്, ഒരു സെന്റൻസുകൾ ഏതൊക്കെ രീതിയിൽ നമ്മൾ സംസാരത്തിൽ ചോദിക്കുന്നു ആ രീതികളെല്ലാം നമ്മളിത് കവറായി പോകുന്നുണ്ട്. സോ എല്ലാവരും ഇതിന്റെ വർക്ക്ഷീറ്റ് കറക്റ്റായിട്ട് സോൾവ് ചെയ്ത് അതിന്റെ ആൻസേഴ്സ് കറക്റ്റായിട്ട് ചെക്ക് ചെയ്ത് വർക്ക്ഷീറ്റ് സോൾവ് ചെയ്യുമ്പോഴാണ് നിങ്ങൾ അതിലൂടെ തറവാകുന്നത്. സോ ഡോണ്ട് ഫോർഗെറ്റ് ടു സോൾവ് ദ വർക്ക്ഷീറ്റ് അറ്റ് എനി കോസ്റ്റ്. സോ സീ യു ഇൻ ദ നെക്സ്റ്റ് ക്ലാസ്. ടിൽ ദെൻ ബൈ ബൈ.